എടുക്കായിരുന്നു ഗൈസ്. പിന്നെ ആൾക്കാർ വിചാരിക്കില്ല ഇപ്പൊ പ്രസവിക്കാതെ പറഞ്ഞില്ലേ എന്റെ ചേട്ടൻ മുതലേ ഞാൻ പ്രസവിക്കുള്ളൂ. എക്സ്പീരിയൻസ് ബ്ലഡ് എടുത്തത് എനിക്ക് അത്ര വേദന എടുത്തില്ല, കൊറേ നേരം എടുത്തു അല്ലേ. ലഘുവായ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് ടൈറ്റിലും തമ്പനയിലും കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന വീഡിയോസിൽ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മുടെ കുഞ്ഞ് വന്നു എന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യമായിരുന്നു, ചേച്ചി ഡെലിവറി വ്ളോഗ് ഇടുന്നു. ഓഫ്കോഴ്സ് നമ്മളതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് സമയം എടുത്തു. അതാണ് കേട്ടോ കുറച്ച് ഡിലേ ആയത്. കാരണം നമ്മുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് റിക്കവറി ആയി വരണമല്ലോ, കാരണം ഇതിൻ്റെ എഡിറ്റിംഗ് മൊത്തം ഞാനാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മൾ വൈകുന്നേരം വിഷുവിൻ്റെ ഈവനിങ്ങിൽ വൈകുന്നേരമാണ് നമ്മളോട് അഡ്മിറ്റ് ആകാൻ പറഞ്ഞത്, അതായത് ഏപ്രിൽ 14 അപ്പോൾ അത് നമ്മൾ ഫുൾ കെട്ടും കിടക്കൊക്കെ എടുത്ത് പോവാണ് കേട്ടോ. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേട്ടനും ഉണ്ട്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര കാവടി തുള്ളിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പ്രസവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചേട്ടനോട് പറയുകയാണ്, ഞാൻ പ്രസവിക്കാൻ പോവാം. അപ്പോൾ എൻ്റെ ചേട്ടൻ കൺഗ്രാജുലേഷൻസ്, പോയി പ്രസവിച്ചിട്ട് വരുമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങി കാറിൽ കയറുകയാണ്. കാറൊക്കെ എൻ്റെ ഭർത്താവ് നേരെ എടുത്തിട്ടേക്കാണ്, ബാക്കോട്ട് കാർ ഇറക്കാതിരിക്കാൻ വേണ്ടി സ്ട്രെയിറ്റ് പോകണമെന്ന് പറഞ്ഞ് നേരെ എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കാണിക്കുന്നത് EMC ഹോസ്പിറ്റലിലാണ്, പാലാരിവട്ടം എറണാകുളം മെഡിക്കൽ സെൻറ്ററിലായിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ. നമ്മളോട് അവിടെ ഒരു 5 മണിയാകുമ്പോഴേക്കും ചെക്ക് ഇൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡോക്ടർ. അതായത് 15th നമ്മൾ ഡെലിവറി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എല്ലാവരും അടുത്ത് ചോദിച്ചു കറക്റ്റ് ഡേറ്റിലാണോ ഞാൻ പ്രസവിച്ചത് എന്നൊക്കെ ചോദിച്ചു. അതേ, ഞാൻ 39 വീക്കും 6 ഡേയ്സും ഉള്ളപ്പോഴാണ് കേട്ടോ ഡെലിവറി ആയത്. എനിക്ക് ഡേറ്റ് തന്ന സമയത്ത് തന്നെയാണ് ഞാൻ പ്രസവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പയ്യെ പറയാം. അപ്പോൾ അതേ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. എൻ്റെ കയ്യിലെ കെട്ടും കിടക്കൊക്കെ കണ്ടിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ ഞെട്ടി. ഞാൻ ഇങ്ങോട്ട് താമസം മാറുകയാണോ എന്ന രീതിയിലാണ് എല്ലാവരും നോക്കിയത് കേട്ടോ. അതേ 2 അച്ഛന്മാരും പയ്യെ വന്നിട്ടുണ്ട്. ഞങ്ങൾ 4 പേരും കൂടി കാറിനാണ് വന്നത്. കിച്ചാമ്മൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഞങ്ങൾ 2 പേരും കൂടി കാറിന് വന്നു. ബാക്കിയുള്ളവർ സ്കൂട്ടറിനും ബൈക്കിനാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ റിസർവ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സ്ലോട്ടും. അങ്ങനെ അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ റൂമിൽ ചെന്നു കേട്ടോ. ഞാൻ റൂം ടൂറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു ചായ കുടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് ചായ കുടിക്കാൻ പോകാം. ചായ കുടിക്കാം, ക്യാമറയിൽ വീഡിയോ എടുക്കായിരുന്നു ഗൈസ്. പിന്നെ ആൾക്കാർ വിചാരിക്കില്ല ഇപ്പം പ്രസവിക്കാതെ ഇങ്ങനെയാണ് നമ്മൾ പ്രസവിക്കാൻ പോകാൻ, അല്ലാണ്ട് പേടിച്ച് അല്ല. അപ്പോൾ അല്ലേ ഞാൻ പറഞ്ഞു ഫ്ലാസ്കിൽ ചായ മേടിച്ചാലോ, അത് പറ്റില്ല, ഞാൻ പോയി കുടിക്കും. എന്തിനോ എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ട് ബിരിയാണി വേണമെന്ന് പറയുന്നത് അതല്ല, പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു ചിക്കൻ ബിരിയാണി പ്ലീസ്. അല്ല, ഇപ്പം ഇങ്ങനെ ചില്ലായിട്ടിരിക്കുന്നത് ചില്ലായതുകൊണ്ടാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴല്ലേ നമ്മള് ഭയങ്കര കൊത്തു പറ അത് തിന്നൂടാ. ഇപ്പൊ എന്തായാലും അവര് നമ്മളോട് വന്നിട്ട് അതിന് മുമ്പ് പക്ഷെ കിട്ടി എനിക്ക്. ഇപ്പൊ നമ്മളോട് അവര് വന്നിട്ട് പറഞ്ഞു ചായ കുടിച്ചിട്ട് വരാം, ചായയും എന്തെങ്കിലും കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് എന്തോ ലേബർ റൂമിലേക്ക് ചെല്ലണം. അത് ഓർക്കുമ്പോൾ എനിക്ക് പേര്. യെസ്, കാപ്പി നിനക്ക് ചായ ആണോ? ഓക്കെ. അപ്പൊ കിച്ചാമൻ ഇവിടെ തീറ്റ തുടങ്ങി. ഞാൻ ലൈറ്റ് ആയിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പൊ കണ്ണൻ എന്നോട് മസാല ദോശയെ പറ്റി ഓർമ്മിപ്പിച്ച് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഒരു മസാല ദോശ ആവാന്ന്. അവിടെ അച്ഛനും അമ്മയൊക്കെ ഇരിപ്പുണ്ട്. 2 അച്ഛനും 2 അമ്മയും ഉണ്ട്. കിച്ചാമൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും, കിച്ചാമൻ്റെ അമ്മയും എൻ്റെ അമ്മയും. ഓക്കെ, കണ്ടാ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചേട്ടൻ വന്നിട്ട് ഞാൻ പ്രസവിക്കുള്ളത്. അങ്ങനെ നമ്മുടെ മസാല ദോശയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കിച്ചാമ്മൻ നേരത്തെ പറഞ്ഞാൽ പപ്സ് ആയതുകൊണ്ട് വേഗം കഴിച്ച് കഴിഞ്ഞു. അപ്പം ഞാനും അപ്പൂസും കൂടി മസാല ദോശ കഴിക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ഒരു സമൂസയൊക്കെ വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. ഞാൻ ലിഫ്റ്റ് വരുന്ന സമയം കൊണ്ട് അവിടെ നിന്ന് എന്തൊക്കെയൊക്കെയോ ഗോഷ്ടികൾ കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിൽ ചെന്നു. ഞാൻ അത്ര തിരക്ക് ആവടി തുള്ളിയതൊക്കെ അവിടെ കഴിഞ്ഞു കേട്ടോ. റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒട്ടും പേടിയില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിൽ നല്ല ഭയം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് പയ്യായിരിക്കും സംസാരിക്കണം, കാരണം എൻ്റെ കുഞ്ഞപ്പുറത്ത് കിടന്ന് ഉറങ്ങാനുണ്ട്.
എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ എഡിറ്റിംഗ് ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ പയ്യെ സംസാരിക്കുക. അപ്പോൾ ദേ ബ്ലഡ് എടുത്ത് കുറച്ചധികം ബ്ലഡ് വേണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ദൈവമേ കുത്തിയിട്ട് തീരടില്ലേ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ കിടക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഒക്കെ എടുത്ത് എക്സ്പീരിയൻസ് ബ്ലഡ് എടുത്തത് എനിക്ക് അത്ര വേദന എടുത്തില്ല. കുറേ നേരം എടുത്തു അല്ലേ. ഞാൻ വിചാരിച്ച ചോര കിട്ടണില്ല, എനിക്ക് ചോരയില്ല കിട്ടില്ല. അവര് കേൾക്കുന്നില്ല. എനിക്ക് ചോരയില്ലെന്ന് വിചാരിച്ചത്. ഞാൻ ഇതെന്ത് ഇത്ര നേരം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ടീച്ചറെ ചേച്ചിന്ന് നേഴ്സിന്റെ മുഖത്ത് നോക്കിയപ്പോൾ നേഴ്സറി കുറച്ചധികം ചോര വേണം അതാട്ടോ. ഞാൻ കുഴപ്പമില്ലെടുത്തോ, നല്ല ബ്ലഡാണ് ഇഷ്ടായി എന്നൊക്കെ. കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഒന്നെടുത്തിട്ട് പോണ്ട. നമുക്കിപ്പോൾ കുറച്ച് സമയമുണ്ട്, നമുക്ക് റൂം ടൂർ ചെയ്യാം. നമുക്കിവിടെ നമ്മൾ AC റൂമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എന്തായാലും ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ വേറെ വീഡിയോയിൽ പറയാമേ. നമുക്ക് 3 ബെഡ് അവൈലബിൾ ആണ്. ഇത് പേഷ്യന്റിന്റെ ബെഡായിരിക്കും, ഇത് ഒരു ബൈ സ്റ്റാൻഡേർഡ് ബെഡ്, ഇതാ മറ്റൊരു ബൈ സ്റ്റാൻഡേർഡ് ബെഡ്. പിന്നെ ഒരു വിശാലമായ ജനലുണ്ട്, അതിൽ നമുക്ക് കാഴ്ചകളൊന്നുമില്ല. നേരെ ഇവിടെ നമുക്കൊരു TV ഉണ്ട്, താഴത്ത് വേറെ എന്തൊരു ടേബിൾ ഉണ്ട്, അവിടെ ഒരു ടേബിൾ ഉണ്ട്. രീതിയിൽ കുത്തി നമ്മളിങ്ങനെ ആ ഫോണിൽ കുത്തി നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ ഉണ്ട്, പാപ്പത്തിന്റെ മെനു എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു കബോർഡ് കുറച്ച് സംഭവമുണ്ട്, ചെറിയ സ്മോക്കിയിട്ട്. പിന്നെ ഇവിടെ 4 ഡോറിന്റെ വലിയൊരു ബാത്റൂം ഉണ്ട്. ഇതൊക്കെയാണ് ഉള്ളത്. നല്ല സൗകര്യമുണ്ട്. വാഷ്റൂം വാഷ്റൂമാണ് വളരെ നോർമൽ വാഷ്റൂം. ഇത്ര സൗകര്യങ്ങളാണ് നമ്മൾ AC റൂം സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അച്ഛനും അമ്മയും എന്തേ ചായ കുടിക്കാൻ പോയതായിരുന്നു. അതാണ് നിങ്ങൾ റൂം ടൂറിൽ അവരെ കാണാൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് ലേബർ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സും ഹാർട്ട് ബീറ്റും നോക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ റൂമിലെത്തിയപ്പോഴേക്കും ഡോക്ടർ വിളിച്ച് പറഞ്ഞു ഒരു 9:30 ആകുമ്പോൾ എന്നെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ മുടിയൊക്കെ പിന്നിക്കെട്ടാണ്, കമ്മലും മുക്കുത്തിയൊക്കെ ഊരി മാറ്റി കേട്ടോ. അപ്പോൾ 9:30 ആകുമ്പോഴേക്കും ട്യൂബ് ഇടും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ മനസ്സിൽ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഫുഡും കഴിക്കാൻ പറഞ്ഞു. ഞാൻ 2 വർഷം മുടിയൊക്കെ കെട്ടി ഇനിയിപ്പോൾ ലേബർ റൂമിൽ പോകും. ലേബർ റൂമിൽ പോയി കഴിഞ്ഞാൽ ലേബർ റൂമിൽ പോണേക്ക് മുമ്പ് ഞാൻ കഴിക്കുന്നത് ലഘുവായ നൂഡിൽസ്. എന്നോട് ലൈറ്റ് ആയിട്ട് നൂഡിൽസ് കഴിച്ചോ. അങ്ങനെയല്ല, നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ വെച്ചാൽ കഴിച്ചോളാൻ പറ്റും. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പേപ്പർ വന്നിട്ടുണ്ട് കൊച്ചിന്റെ മൂവ്മെന്റ്സ് ഇങ്ങനെ തീരാൻ. അത് കൂടി കഴിഞ്ഞാൽ നമ്മൾ ലേബർ റൂമിൽ പോകും. പിന്നെ നമ്മൾ ലേബർ കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അറിയില്ല, ഇപ്പൊ കൊണ്ടുപോകുമ്പോൾ ട്യൂബ് ഇടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കണ ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കണ എന്നെ കഴിച്ചെടുക്ക് നോക്കിയത് സീരിയൽ കിടക്കി. ഈ പേപ്പർ ഇങ്ങനെ കീറാൻ പറ്റും. കൊച്ചിന്റെ മൂവ്മെന്റ്സ് അനുസരിച്ച് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് കൊച്ചിന്റെ മൂവ്മെന്റ്സ് നോക്കാനായിട്ട് ഒരു പേപ്പറാണ് ഇങ്ങനെ കയറിയിട്ട് അറിയാം. അത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അജയ് സ്റ്റീഫന്റെ വ്ളോഗില് അജയ് സ്റ്റീഫന്റെ അനിയന്റെ ഭാര്യ ഈ ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്. ഞാൻ അതൊക്കെ 2-3 ദിവസം വീഡിയോ കണ്ടിട്ടോ. അത് ഞാൻ കണ്ടായിരുന്നു. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ ഒരു മറി
അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പേപ്പറെല്ലാം കുഞ്ഞിൻ്റെ മൊമെൻറ്റ്സിനനുസരിച്ച് കയറി അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമ്മളിപ്പോൾ റൂം ടൂറിൽ നമ്മളിപ്പോൾ ലേബർ റൂമിലേക്ക് പോകും, അപ്പോൾ അച്ഛനോടും അമ്മേനോടൊക്കെ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നോളാം പറയാൻ പറഞ്ഞു കേട്ടോ. അപ്പം ആക്ച്വലി എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് പേടി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം എനിക്ക് പേടിയില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ പോയത്. അധികം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാവരും എനിക്ക് ഉമ്മയൊക്കെ തന്ന് ഒരു കുഴപ്പമില്ല മോളെ പോയിട്ട് വരും. എൻ്റെ ചേട്ടനോട് പറഞ്ഞത് ഒരു ഉറുമ്പ് അടിക്കണ വേദന ഉണ്ടാവുള്ളൂ എന്നാണ്. ഉറുമ്പിൻ്റെ കഥ ഞാൻ അടുത്ത ദിവസം പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് ഉമ്മയൊക്കെ തന്ന് എനിക്കിപ്പോൾ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പുറത്തൊന്നും കാണിച്ചില്ല, ഭയമുണ്ട്. ഞാൻ ചിരിച്ച് കളിച്ചിട്ടാണ് പോയത്. അപ്പം നേരെ ഇതെന്താ ഞാൻ റൂം ടു ലേബർ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡേ നമ്മുടെ ഡെലിവറി വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.